നമസ്കാരം, അരൂർ വിഷൻ ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം. ജനകീയ പ്രശ്നങ്ങളിൽ സജീവമായി അരൂർ ഗ്രാമപഞ്ചായത്ത് വേലിയേറ്റ പ്രതിരോധത്തിനും പൈപ്പ് അറ്റകുറ്റപ്പണിക്കുമായി നടപടികൾ ആരംഭിച്ചു. അരൂർ പ്രദേശത്തെ പ്രധാന ജനകീയ പ്രശ്നങ്ങളിൽ സജീവമായ ഇടപെടലുകളുമായി അരൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി. അരൂർ കളത്തിൽ ക്ഷേത്ര പരിസരത്തെ വെള്ളപ്പൊക്കത്തിനും വില്ലേജ് ഓഫീസ് റോഡിലെ കുടിവെള്ള ചോർച്ചയ്ക്കും ശാശ്വത പരിഹാരം കാണാനുള്ള നടപടികൾക്ക് തുടക്കമായി. ക്ഷേത്ര പരിസരത്തെ വേലിയേറ്റത്തിന് തടയിടാൻ ബണ്ട് നിർമ്മിക്കുന്നു. അരൂർ കളത്തിൽ ക്ഷേത്ര പരിസരത്ത് വേലിയേറ്റ സമയത്ത് വെള്ളം കയറുന്നത് തടയാൻ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റുമായി ചേർന്ന് ബണ്ട് നിർമ്മിക്കാൻ തീരുമാനിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് CK പുഷ്പന്റെ നേതൃത്വത്തിൽ നടന്ന കൃത്യമായ ഇടപെടലുകളെ തുടർന്നാണ് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് ബണ്ട് നിർമ്മാണത്തിന് സമ്മതം അറിയിച്ചത്. പ്രദേശത്തെ 20-ാം വാർഡ് മെമ്പർ AA ജോളി, 21-ാം വാർഡ് മെമ്പർ ഫ്രാൻസിസ്, 22-ാം വാർഡ് മെമ്പർ സജി എന്നിവരുമായി നടത്തിയ ചർച്ചകൾക്ക് ശേഷമാണ് പദ്ധതിക്ക് രൂപരേഖയായത്. ബണ്ട് യാഥാർത്ഥ്യമാകുന്നതോടെ പ്രദേശത്തെ കുടുംബങ്ങൾക്കും ക്ഷേത്രത്തിലെത്തുന്ന ഭക്തർക്കും വേലിയേറ്റം മൂലമുള്ള ദുരിതത്തിൽ നിന്ന് മോചനം ലഭിക്കും. മാസങ്ങൾ നീണ്ട ജപ്പാൻ കുടിവെള്ള പൈപ്പ് ചോർച്ചയ്ക്ക് പരിഹാരം. വില്ലേജ് ഓഫീസ് റോഡിൽ മാസങ്ങളായി ജപ്പാൻ കുടിവെള്ള പൈപ്പ് പൊട്ടി ശുദ്ധജലം പാഴാകുന്നത് നാട്ടുകാരെയും യാത്രക്കാരെയും ഒരുപോലെ ബുദ്ധിമുട്ടിച്ചിരുന്നു. 20-ാം വാർഡ് മെമ്പർ KA ജോളിയുടെ നിരന്തരമായ ഇടപെടലിനെ തുടർന്ന് പൈപ്പ് ലൈനിലെ തകരാർ പരിഹരിച്ച് വെള്ളം പാഴാകുന്നത് തടഞ്ഞു. റോഡ് തകരാൻ വരെ കാരണമായേക്കാവുന്ന ഈ പ്രശ്നത്തിന് പരിഹാരമായതിൽ വലിയ ആശ്വാസത്തിലാണ് പ്രദേശവാസികൾ. അരൂർ ഗ്രാമപഞ്ചായത്തിലെ 20-ാം വാർഡിൽ പുതുതായി നിർമ്മിച്ച തേനാട്ടുവെളി നടപാതയുടെ ഉദ്ഘാടനം നടന്നു. വാർഡ് മെമ്പർ ജോളി ആണ് നടപാതയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത്. പ്രദേശവാസികളുടെ ദീർഘനാളത്തെ ആവശ്യമായിരുന്ന ഈ നടപാത യാഥാർത്ഥ്യമായതോടെ നാട്ടുകാർക്ക് യാത്രാസൗകര്യം എളുപ്പമാകും.